വനസംരക്ഷണ സമിതി ജീവനക്കാരനായ പോൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിടാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. മാസങ്ങളോളം അടച്ചിട്ട കുറുവ ദ്വീപ് സന്ദർശകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പ്രവേശന നിരക്ക് വർദ്ധിപ്പിച്ചത് 2024 ഒക്ടോബർ 15 വീണ്ടും തുറന്നു നൽകി. 6 മാസത്തിനുള്ളിൽ പാൽവെളിച്ചം വഴി മാത്രം 37,928 പേർ ദ്വീപ് സന്ദർശിച്ചു. വേനൽ അവധിക്കാലം ആരംഭിച്ചതോടെ ഏപ്രിൽ മാസത്തിൽ മാത്രം 7,171 പേർ ദ്വീപ് സന്ദർശിക്കുകയും 11,48,835 രൂപ വരുമാന ഇനത്തിൽ ലഭിക്കുകയും ചെയ്തു. അപൂർവ ഇനം സസ്യസമ്പത്തും പക്ഷികളും എല്ലാം ചേർന്ന് മനോഹര കാഴ്ചയൊരുക്കുന്ന പ്രകൃതിരമണീയമായ കബനിയിലൂടെയുള്ള ചങ്ങാടയാത്രയുമെല്ലാം ആസ്വദിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേർ എത്തിച്ചേരുമ്പോഴും സന്ദർശകരുടെ എണ്ണത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് വിനോദസഞ്ചാരികളെ നിരാശരാക്കുന്നത്. പാക്കം ചെറിയമല വഴിയും പാൽവെളിച്ചം വഴിയും ദിനംപ്രതി 244 പേർക്ക് മാത്രമാണ് ദ്വീപിലേക്ക് സന്ദർശനം അനുവദിക്കുന്നത്. അവധി ദിവസങ്ങളിലും മറ്റും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദ്വീപ് സന്ദർശിക്കാൻ കഴിയാതെ നിരാശരായി മടങ്ങുന്നത്. നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് വിനോദസഞ്ചാരികളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, വയനാട്.